പ്രവാസി മലയാളികളുടെ, പ്രത്യേകിച്ചും ഗൾഫ് പ്രവാസികളുടെ നരക ജീവിതത്തിൻ്റെ കഥ പറയുന്ന ആടുജീവിതം എന്ന ബ്ലസ്സിയുടെ സിനിമ റിലീസായതിനു ശേഷം പ്രവാസി മലയാളികൾ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഗൾഫിൽ അനുഭവിക്കേണ്ടി വന്ന ദുരന്തങ്ങളെക്കുറിച്ച് ഇന്ന് കേരളമെമ്പാടും ചർച്ച ചെയ്യുന്നുണ്ട്. നജീബ് എന്ന പ്രവാസി സൗദി അറേബ്യയിൽ ആടുമേയ്ക്കുന്ന ജോലി ചേരുന്ന അദ്ദേഹത്തിനുണ്ടായ ദുരിതങ്ങളുടെ അനുഭവമാണ് ആടുജീവിതം പറയുന്നത്. പക്ഷേ ഇതൊരു പ്രവാസി മലയാളികളുടെ ദുരന്തങ്ങളുടെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി പ്രവാസിയാകുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിന് നിലനിൽക്കാൻ പറ്റാതെ ആകുന്ന ഒരവസ്ഥയിലാണ്. സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിന് തൊഴിൽ ലഭിക്കാതാകുമ്പോൾ, അപ്പോഴാണ് അദ്ദേഹം നാടും വീടുമൊക്കെ വിട്ട്, അത് തനിക്ക് ഒരു പരിചയവുമില്ലാത്ത, പ്രത്യേകിച്ചും കേരളത്തിലെ കാലാവസ്ഥയുമായി ഒട്ടും സാമ്യമില്ലാത്ത, മലയാളികളുടെ ഭാഷയുമായി ഒട്ടും സാമ്യമില്ലാത്ത അറേബ്യൻ മരുഭൂമികളിലേക്ക് നമ്മൾ യാത്രയാകുന്നത്. അപ്പോൾ പ്രവാസികൾ അനുഭവിക്കുന്ന ദുരന്തത്തിന് നമ്മളെ കാട്ടറബി എന്ന് പറയുന്ന അപരിഷ്കൃത അറബികൾ മാത്രമല്ല ഉത്തരവാദികൾ. അവരെ ഏതാണ്ട് 18-20 വയസ്സാകുന്ന മലയാളി ചെറുപ്പക്കാരെ മുഴുവൻ പുറത്തേക്ക് തള്ളിവിട്ട്, നീ എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ധനം സമ്പാദിച്ച് കേരളത്തിലേക്ക് കൊണ്ടുപോവാം എന്ന് കണ്ണിൽ ചോരയില്ലാതെ മലയാളി ചെറുപ്പക്കാരെ പുറത്തേക്ക് തള്ളിവിടുന്ന കേരളത്തിൻ്റെ സമൂഹവും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഭരണകൂടവും, കേരളത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടികളും, കമ്മ്യൂണിസത്തിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയൊക്കെ വീരഗാഥകൾ പറഞ്ഞ് നിക്ഷേപകരെ ഇവിടുന്ന് ഓടിച്ച് മലയാളി ചെറുപ്പക്കാരെ മുഴുവൻ പുറത്തേക്ക് തള്ളിവിട്ട് ദുരിത ജീവിതങ്ങൾ കിടന്ന് കൈകാലിട്ടടിക്കാൻ അവരെ നിർബന്ധിതരാക്കുന്ന നമ്മുടെ വ്യവസ്ഥിതിയാണ് ഇതിലേറ്റവും വലിയ കുറ്റക്കാരൻ. ഇതിൽ അറബി 2ാം പ്രതി മാത്രമേ ആകുന്നുള്ളൂ. ഈ വിഷയത്തെക്കുറിച്ച് മലയാളികൾ ചർച്ച ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. മുൻധാരണകളില്ലാതെ, രാഷ്ട്രീയ പക്ഷപാതം ഇല്ലാതെ, നിങ്ങൾക്ക് രാഷ്ട്രീയ തിമിരം ബാധിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇത് ചർച്ച ചെയ്യാം. ഞാൻ ഹരികുമാർ. ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. പ്രവാസി മലയാളികളുടെ ദുരന്തത്തിൻ്റെ കഥ പറയുന്ന സിനിമകൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്. മലയാളി, പ്രത്യേകിച്ച് സ്ത്രീ പ്രവാസികളുടെ ദുരിത കഥ പറയുന്ന ഗദ്ദാമ, അതുപോലെ കേരളത്തിൻ്റെ വ്യവസ്ഥിതിയെ നിശിതമായി വിമർശിച്ച, കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അവസരവാദത്തിൻ്റെയും ഇരട്ടത്താപ്പിൻ്റെയും കഥ പറഞ്ഞ അറബി കഥ. അതിനൊക്കെ മുമ്പ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്നൊരു സിനിമയുണ്ടായിരുന്നു. അതിൽ ഇപ്പോഴത്തെ ആടുജീവിതത്തിൽ നായകനായിരിക്കുന്ന പൃഥ്വിരാജിൻ്റെ അച്ഛനായ സുകുമാരനായിരുന്നു അന്ന് ആ സിനിമയിലെ നായകൻ. ഏതാണ്ട് ഗൾഫിൽ ജോലി ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഗൾഫ് ജീവിതത്തിൻ്റെ ഒരു തനി നേർക്കാഴ്ച ആയിരുന്നു ആ സിനിമ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. അങ്ങനെ നിരവധി സിനിമകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ പ്രവാസിയുടെ ദുരിതത്തിൻ്റെ നേർക്കാഴ്ചകളൊന്നുമല്ല. പ്രവാസി ഈ സിനിമകളിലൊക്കെ ചിത്രീകരിക്കുന്നതിൽ നിന്നും എത്രയോ അപ്പുറത്താണ് പ്രവാസികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ. നമ്മുടെ ആടുജീവിതത്തിലെ നായകനായ നജീബ് ഗൾഫിലെ നരക ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നാട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ ഗൾഫിൽ നിന്നും തിരിച്ചു വരണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പത്രപ്രവർത്തകനായി കുറച്ച് കൊല്ലങ്ങൾ ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ട്. പല ഗൾഫിലെ എയർപോർട്ടിൽ വിസ ക്യാൻസലേഷൻ സെൻ്ററുണ്ട്. അതായത് എന്തെങ്കിലും കാരണവശാൽ തൊഴിലിൽ നിന്ന് പിരിച്ചുവിടപ്പെടുന്നവരോ, അല്ലെങ്കിൽ തങ്ങളുടെ കോൺട്രാക്റ്റിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് രാജിവെച്ച് വരുന്നവരാകാം. അതല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം വിസ പുതുക്കാത്തതിനാൽ തിരികെ എത്തുന്നവരാകാം. ഇവരൊക്കെ അവിടെ വിസ ക്യാൻസൽ ചെയ്യാൻ നമ്മുടെ ഇമിഗ്രേഷന് തൊട്ടടുത്തുള്ള ഒരു കൗണ്ടറിൽ അതിനെ കാത്തു നിൽക്കും. അപ്പോൾ ഇമിഗ്രേഷൻ കൗണ്ടറിൽ നിൽക്കുന്നവർക്കും കാണാം അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന്. ഞാൻ കണ്ടിട്ടുണ്ട് പലരും പൊട്ടിക്കരയുന്നത്. അതായത് അവർക്ക് ഗൾഫ് വിട്ട് തിരിച്ച് കേരളത്തിലേക്ക് വരാൻ ആഗ്രഹമില്ല. ഇവിടെ എത്തിയാൽ എന്തു ചെയ്യും? ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ 20-ാമത്തെ വയസ്സിലോ 25-ാമത്തെ വയസ്സിലോ ഒക്കെ ഗൾഫിലെത്തിയാൽ ഇനി നാട്ടിൽ ചെന്ന് എന്ത് ചെയ്യാൻ, ഇവിടെ ജീവിച്ചു ഇവിടെ തന്നെ മരിക്കണം എന്നാഗ്രഹിക്കുന്ന മലയാളികളെ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് പലപ്പോഴും ഇതൊക്കെ പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം
പ്രവാസിയുടെ ജീവിതം അത്ര കഠിനമാണ്. കേരളത്തിലെ ഭരണകൂടങ്ങളൊക്കെ നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത് ഇവിടുത്തെ സർക്കാർ നമുക്ക് വലിയ വിദ്യാഭ്യാസം തന്നു, വിദ്യാസമ്പന്നരായി, അതാണ് കേരളത്തിൻ്റെ പ്രോഡക്റ്റ്, നമ്മൾ മനുഷ്യരാണ് പ്രോഡക്റ്റ്, നമ്മളെ അങ്ങ് വെളിയിലോട്ട് കയറ്റി അയക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒന്നും വിദ്യാഭ്യാസമുള്ളവരൊന്നുമില്ല. അപ്പം മലയാളികൾ വേണം അവിടെ കാര്യം നടത്തേണ്ടത്. അതിന് നമ്മളെ അങ്ങോട്ട് വിടുകയാണ്. നമ്മൾ അവിടെ പോയി സമ്പാദിച്ച് ഇങ്ങോട്ട് കാശ് അയക്കണം. ഇതാണ് പറയുന്നത്. ഇതൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഈ രാഷ്ട്രീയക്കാരുടെ പ്രചരണത്തിൽ, മസ്തിഷ്ക പ്രക്ഷാളനത്തിൽ, അതായത് ഇംഗ്ലീഷിൽ പറയുന്നതാണ് കുറച്ചുകൂടെ മനസ്സിലാകുന്നത്, ബ്രെയിൻ വാഷിങ്ങിൽ വീണു പോകുന്നവരാണ് മലയാളികൾ. നമ്മൾ കേരളത്തിൽ നിന്നും ഗൾഫിൽ ജോലി ചെയ്യുന്നതിൽ 80% ആൾക്കാർക്കും കേരളത്തിൽ കിട്ടുന്ന അതേ ശമ്പളമോ അതിൽ കുറവോ ആയിരിക്കും ശമ്പളം. ഏതാണ്ട് 10% ആൾക്കാർക്ക് മാന്യമായ ശമ്പളമുണ്ട്. 10% ആൾക്കാർ ഉന്നത ശമ്പളം കിട്ടുന്നവരായിരിക്കാം. അതായത് ബഹുഭൂരിപക്ഷം ആൾക്കാരും ദുരിത നരക ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരാണ്. പിന്നെ അവരിതൊന്നും ഓർക്കില്ല. എന്തായാലും അവർ നാട്ടിൽ കടമെടുത്തിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിൽ ബാധ്യതകളുള്ളവരായിരിക്കാം. അവരെങ്ങനെയും അവിടെ ജീവിക്കുന്നു. ഗൾഫ് യഥാർത്ഥത്തിലൊരു മരീചികയാണ്. ഒരേ സമയം നമുക്ക് അതിനോട് ആകർഷണവും തോന്നും, വികർഷണവും തോന്നും. ഗൾഫിലെത്തുമ്പോൾ ഒരു നിശ്വാസങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് അവിടെ ഒരു തൊഴിലുണ്ട്, ഒരു ജീവിതമുണ്ട്. അവിടെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, രാത്രി തിരിച്ചു വരുന്നു, അവർ കിടക്കുന്നു. ചില ആൾക്കാരും അവരുടെ ഏക ആശ്വാസം പലർക്കും മദ്യം കഴിക്കുന്നതാണ്. ചില രാജ്യങ്ങളിൽ മദ്യം നിയമവിധേയമാണ്, സൗദിയിൽ അല്ല. അപ്പം മദ്യം കഴിക്കുക, അല്ലെങ്കിൽ മറ്റ് ചില പുറത്ത് ഞാൻ പറയുന്നില്ല, അത്തരം വിനോദങ്ങൾ എന്തൊരു ദുരിതമാണ്. അവർക്ക് ആരുമില്ല, അവർക്ക് പരിചയക്കാരില്ല, അവർക്ക് സാമൂഹിക ജീവിതമില്ല. കാരണം അവിടെ എന്ത് സാമൂഹിക ജീവിതമാണ്? പിന്നെ ചെറിയ മലയാളി കൂട്ടായ്മകളൊക്കെ ഉണ്ടാകും. അവിടെ എന്തെങ്കിലും ഓണത്തിനോ അല്ലെങ്കിൽ പെരുന്നാളിനോ ഒക്കെ ചെറിയ ആഘോഷങ്ങൾ, ആ ആഘോഷങ്ങളായിരിക്കും അവരുടെ മനസ്സിലെ ഏക പ്രതീക്ഷ. സ്വപ്നങ്ങളിൽ മാത്രമാണ് ഗൾഫ് മലയാളി ജീവിക്കുന്നത്. ആ മലയാളി അവിടെ വലിയ ജോലിയൊന്നും അല്ലപ്പാ ചെയ്യുന്നത്. ഗൾഫിൽ ഏറ്റവും വലിയ CEO-മാരും ജനറൽ മാനേജർമാരും ഒക്കെ ആദ്യകാലം തൊട്ടേ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പാശ്ചാത്യരാണ്. 3 തരത്തിലുള്ള പൗരന്മാരാണ് അവിടെ. അതായത് അറബിക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം, അവനായിരിക്കും ഉടമസ്ഥൻ. 2ാം സ്ഥാനം വെളുത്ത തൊലിയുള്ള ആൾക്കാർക്കാണ്. അവിടെ ഗൾഫിലൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽപ്പെട്ട് ഗൾഫിലൊരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഈ 3 തരം പൗരന്മാരിൽ മലയാളികൾ 3ാം തരമാണ്. അപ്പോൾ കേരളത്തിലെ സർക്കാരുകൾ പറയുന്ന പോലെ അവിടെ വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നുമല്ല. അറബികളുടെ മക്കളൊക്കെ, പ്രത്യേകിച്ച് ധനികരായ അറബികളുടെ മക്കളൊക്കെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലാണ് പഠിക്കുന്നത്. മലയാളികൾക്ക് ഇംഗ്ലീഷൊന്നും അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷ് ശരിയായി അറിയാവുന്ന വളരെ കുറച്ച് മലയാളികളെ ഉള്ളൂ. അപ്പം പാശ്ചാത്യർ, ആദ്യം അറബികൾ, പാശ്ചാത്യർ, പിന്നെ നമ്മളിൽ വലിയ ഭാഗ്യവാന്മാർ, ഇത് ഇവിടെ മലയാളികൾ പറയുന്നത് നല്ല തലയിലെഴുത്തുള്ള ചിലർ, അവർക്ക് നല്ല ജോലികളുണ്ടാവാം. ചിലർ പണക്കാരായി. വിരലിന് എണ്ണാകുന്ന യൂസഫ് അലിമാരെയും അല്ലെങ്കിൽ രവിപിള്ള, അതല്ലെങ്കിൽ ഗൾഫാർ മുഹമ്മദ് അലി, ആസാദ് മൂപ്പനെ, ഇങ്ങനെയൊക്കെയുള്ള ചിലരെ കണ്ടിട്ടാണ് നമ്മൾ ഗൾഫ് മലയാളിയെ വിലയിരുത്തുന്നത്. ഇവരൊക്കെ ഒരു 100-ൽ താഴെ ആൾക്കാരായിരിക്കും ഇത്തരമുള്ളത്. ബഹുഭൂരിപക്ഷം ആൾക്കാരും പേരില്ലാത്ത മലയാളികളാണ്. പക്ഷേ ഈ പേരില്ലാത്ത മലയാളിയാണ് ഇന്നത്തെ നമ്മുടെ കേരളത്തെ സൃഷ്ടിച്ചത്. അല്ലാതെ ഇവിടുത്തെ ഇടതുപക്ഷമൊന്നുമല്ല. അവരവകാശപ്പെടുന്നത് പോലെ അവർക്ക് കേരളത്തിൻ്റെ പുരോഗതിയിൽ ഒരു പങ്കുമില്ല. കേരളത്തിൻ്റെ പുരോഗതി എന്ന് തുടങ്ങി? നിങ്ങൾക്ക് ഒരു 50 വയസ്സുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുക. 1970-കൾ വരെ കേരളത്തിൽ ദുരിത ജീവിതങ്ങളായിരുന്നു. 80-കളിലും ഏതാണ്ട് അങ്ങനെയൊക്കെയായിരുന്നു. പറമ്പുകളിൽ മലമൂത്ര വിസർജനം നടത്തുന്ന എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. ദിവസം 3 നേരം ഭക്ഷണം കഴിക്കുന്നവർ കുറവായിരുന്നു. ഇറച്ചിയൊന്നും എല്ലാ വീട്ടിലും എല്ലാ ദിവസമൊന്നും ഇല്ലായിരുന്നു. മീനും ഇറച്ചിയൊക്കെ, ഇറച്ചി പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നത് ആ കാലഘട്ടത്തിലൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ കഴിക്കാൻ മാത്രമേ ഒരു സാധാരണ മലയാളിക്ക് പറ്റുള്ളായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്നത്തെ കേരളത്തിലേക്ക് എത്തിയത് ഈ അജ്ഞാതരായ പേരില്ലാത്ത മലയാളികളുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ്. നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ അവിടെ ടൂംബ് ഓഫ് ദ അൺനോൺ സോൾജിയർ എന്നൊരു സ്തൂപം കാണും, സ്മാരകം കാണും. അമേരിക്കയിലൊക്കെ ഉണ്ട്, വിർജീനിയയിൽ, മറ്റു പല രാജ്യങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഗ്രീസിൽ ചെന്നപ്പം അദ്ദേഹവും അവിടെ പോയി ഒരു പുഷ്പചക്രം അർപ്പിച്ചു. 1-ാം ലോക മഹായുദ്ധത്തിലും 2-ാം ലോക മഹായുദ്ധത്തിലും തങ്ങളുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് നാട്ടുകാരുടെ
ക്ഷേമം ഉറപ്പാക്കി മരിച്ചു വീണ തദ്ദേശീയരുടെ സ്മാരകമാണത്. എന്തുകൊണ്ട് കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ചോരയും കണ്ണുനീരും ചോരയും വീഴ്ത്തിയ ഈ പ്രവാസികൾക്ക് അങ്ങനൊരു സ്മാരകമില്ലെന്ന് ഞാനെന്നും ആലോചിച്ചിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ഒരു സ്മാരകം വേണ്ടത് എനിക്ക് തോന്നുന്നു വടക്കൻ കേരളത്തിലാണ്. കാരണം ഏറ്റവും കൂടുതൽ പ്രവാസികൾ കേരളത്തിലുള്ളത് വടക്കൻ കേരളത്തിലാണ്. അങ്ങനെ ഒരു സ്മാരകം കോഴിക്കോട്ട് ഉയർന്നു വരണം. അതായിരിക്കും എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു ഐഡിയൽ സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നത് കോഴിക്കോടാണ്. അവിടെ പുഷ്പചക്രം അർപ്പിച്ചിട്ട് വേണം കേരളത്തിലെ ഓരോ മുഖ്യമന്ത്രിയും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. കാരണം ഈ പുരോഗതി, ഈ കസേരയിൽ അവരിയ്ക്കാൻ കാരണക്കാരായത് ഈ പേരില്ലാത്ത അജ്ഞാതനായ പ്രവാസിയാണ്. ഈ അജ്ഞാത പ്രവാസിയെക്കുറിച്ചൊരു കഥ ഒരിക്കൽ ഞാൻ പത്രത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു അത് എഴുതിയത് ആരാണെന്ന് എനിക്കിന്ന് കൃത്യമായി ഓർമ്മയില്ല. ഒരു പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചന്ദ്രികയിലെ പത്രപ്രവർത്തകനായിരുന്ന ആറ്റക്കോയ പള്ളിക്കണ്ടിയാണോ എന്നൊരു സംശയമുണ്ട്. എനിക്ക് ഓർമ്മയില്ല, ഉറപ്പില്ല. അപ്പം അത് ഈ ഗൾഫിൽ നിന്നും രക്ഷപ്പെട്ട്, ദുരിത ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിൽ നടന്നെത്തിച്ചേർന്ന ഒരു 5 പേരുടെ കഥയായിരുന്നു. അതിൽ 3 പേരും മരിച്ചു വീണു എന്നാണെന്ന് തോന്നുന്നു അതിൽ എഴുതിയിരുന്നത്. അവർ നടന്ന് പിന്നെ ഇറാനിലെത്തി ബലൂചിസ്ഥാൻ മരുഭൂമി വഴി പാകിസ്ഥാനിലൂടെ നടന്ന് ഇന്ത്യയിലെത്തുകയാണ്. അങ്ങനെ എത്ര കഥകൾ ഉണ്ട്, എത്ര ദുരിത ജീവിതങ്ങളുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പലയിടത്തും വെച്ച് ഇങ്ങനെയുള്ള മലയാളികളെ കാണാം. നമ്മളെന്ത് സഹായിക്കാൻ, ഇന്ത്യയിലെ എംബസികളൊന്നും പലപ്പോഴും നമ്മുടെ പ്രവാസികൾക്ക് വേണ്ട രീതിയിൽ സഹായം കൊടുത്തിരുന്നില്ല പണ്ടൊന്നും. ഇപ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്, നമ്മുടെ പ്രവാസികളെ സഹായിക്കാത്ത മലയാളി, അവരെ പുറത്തേക്ക് ഉന്തി തള്ളിവിടുന്ന നമ്മളുടെ രാഷ്ട്രീയക്കാർ ഗൾഫിൽ പിരിവിന് വരും, ഇലക്ഷന് മുമ്പ് ഫണ്ട് കളക്ട് ചെയ്യാൻ. എന്നിട്ട് ഇവിടുത്തെ ഈ പാവപ്പെട്ടവർ, ഈ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട നമ്മുടെ മലയാളികൾ, അവർ സ്വന്തം നേതാക്കന്മാർക്ക് വേണ്ടി പൈസ പിരിച്ചെടുത്തിട്ട് ഇവർക്ക് വലിയ തുകകൾ കൊടുക്കും. ഇവരെ പോകുന്നത് അവിടുത്തെ മുതലാളിമാരുടെ വീടുകളിലായിരിക്കും. അതായത് ഇവിടുന്ന് രക്ഷപ്പെട്ട് ഗൾഫിൽ പോയി അവിടെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെയും പുറകെ വന്ന് തട്ടിപ്പറിക്കുകയാണ്, കൊള്ളയടിക്കുകയാണ്. പക്ഷേ എന്നിട്ടും മനസ്സിലാകുന്നില്ല എന്തൊരു ദുരിത ജീവിതമാണ് നമ്മളുടേത്. നജീബുമാർ മാത്രമല്ല, ഒരുപാട് നജീബ് ഒരു പ്രതീകമാണ്. നജീബ് എന്നത് ഏതൊരു മലയാളിക്ക് വിടാവുന്ന ഒരു പേരാണ്. ചിലപ്പോൾ രവിയെന്നോ അല്ലെങ്കിൽ ജോസഫെന്നോ അബ്ദുള്ളയെന്നോ ഒക്കെ ആയിരിക്കും പേര്. ഇവരൊക്കെ തന്നെ ഗൾഫിൽ പരിക്കേൽക്കുന്നവരുടെ കാര്യം, അതുപോലെ ഗൾഫിൽ വെച്ച് മരണപ്പെടുന്നവരുടെ കാര്യം. ഒരിക്കൽ ഗൾഫിലെ ഒമാനിലെ എയർ ഇന്ത്യ കൺട്രി മാനേജർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കൃത്യമായി വിട്ടുപോയി, എന്തോ ഒരു പഥക്കാരൻ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എയർ ഇന്ത്യ ഓരോ ദിവസവും ഇന്ത്യയിലേക്ക് ഓരോ ശവം കൊണ്ടുവരുന്നുണ്ട്, അതിൽ കൂടുതലും മലയാളികളുടേതാണ്. പലപ്പോഴും അപകടങ്ങളിൽ കൊല്ലപ്പെടുന്നവർ, പിന്നെ ആത്മഹത്യ ചെയ്യുന്നവർ, കാരണം ജീവിതത്തിൻ്റെ ഈ സംഘർഷം താങ്ങാൻ പറ്റുന്നില്ല. ഗൾഫിലെത്തുന്ന മലയാളികളുടെ ഇടയിൽ ഒരു സംസാരമുണ്ട്. അതായത് ആദ്യത്തെ 6 മാസം അവിടെ പിടിച്ചു നിന്നാൽ നമ്മൾ വീണ്ടും ഒരു 6 മാസം കൂടെ നിൽക്കും. ഈ ആദ്യത്തെ 6 മാസമാണ് നമുക്ക് ഗൃഹാതുരത്വം, കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടാൻ പറ്റായിക, സാമൂഹ്യ ജീവിതമില്ലായ്മ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ. വിവാഹം കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർ ഭാര്യമാരെ കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കും. കൊച്ചു മക്കളുള്ളവർക്ക് ആ മക്കളുടെ രൂപമായിരിക്കും അവരുടെ മുന്നിൽ എപ്പോഴും വരുന്നത്. അപ്പോൾ അത്തരം ദുരിതങ്ങൾ അത് 6 മാസം കൊണ്ട് നമ്മൾ പതുക്കെ അതുമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെടും. 1 വർഷം വരെ പിന്നെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2 വർഷം തയ്ക്കും. കാരണം മിക്ക കോൺട്രാക്റ്റും ആദ്യത്തേത് 2 വർഷമാണ്. 2 വർഷം തികച്ചാൽ പിന്നെ നമുക്ക് പോരണമെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മൾ ആ ജീവിതവുമായിട്ട് അങ്ങ് പൊരുത്തപ്പെടും. ഒരു 5 വർഷമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ തല്ലി ഓടിച്ചാലും പ്രവാസി മലയാളി തിരികെ വരില്ല. കാരണം അപ്പോഴവൻ ആ യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു. അവനറിയാം ഈ നാട്ടിൽ വന്നാൽ എന്തൊരു ദുരന്തമായിരിക്കും. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഒരു 60-62 വയസ്സിൽ തിരിച്ചു വന്നിട്ട് പിന്നീട് ജീവിക്കാൻ മാർഗമില്ലെന്ന് കണ്ട് ആത്മഹത്യ ചെയ്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ചിലരതല്ല, അതിലും ദുരന്തമായിരിക്കും ചിലരുടേത്. എനിക്കറിയാവുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഏതാണ്ട് 22 വയസ്സിൽ ഇന്ത്യ വിട്ടതാണ്. അദ്ദേഹം ഗൾഫിലല്ല പോയത്, യൂറോപ്പിലേക്കാണ്. അങ്ങനെ യൂറോപ്പിൽ വർഷങ്ങൾ ഏതാണ്ട് 46-47 വയസ്സായപ്പോൾ തിരികെ ഇന്ത്യയിലെത്തി. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഈ പൈസ എല്ലാം അയച്ചു കൊടുത്തിരുന്നു. അവരിവിടെ അദ്ദേഹത്തിൻ്റെ പേര് നിക്ഷേപിച്ചെന്നും വസ്തു വാങ്ങിച്ചെന്നും ഒക്കെയാണ് അദ്ദേഹത്തിനെ ധരിപ്പിച്ചിരുന്നത്. അദ്ദേഹം വർഷങ്ങൾ ഇന്ത്യയിലേക്ക് വന്നില്ല. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 10 വർഷത്തിലൊരിക്കലൊക്കെ ആയിരുന്നു വന്നിരുന്നത്.
അപ്പോൾ തിരികെ എത്തിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഞെട്ടലെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പൈസ മുഴുവൻ ദുരുപയോഗം ചെയ്യപ്പെട്ടിരുന്നു. 47 വയസ്സായ ഇദ്ദേഹം ശരിക്കും വിവാഹവും കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഇനി വിവാഹം കഴിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ആ ഞെട്ടൽ അദ്ദേഹത്തിന് ഞാൻ കണ്ട അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരല്ല വരുന്നത്, അത് രക്തം വരികയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ഒരക്ഷരം മിണ്ടുന്നില്ല. അവസാനം കുറച്ച് നാളൊക്കെ ഇവിടെ അലഞ്ഞു നടന്ന് അദ്ദേഹം മറ്റൊരു സംസ്ഥാനത്തേക്ക് കുടിയേറി തിരിച്ചു വന്നിട്ടില്ല. ഇങ്ങനെ എത്ര ദുരന്ത കഥകൾ നമ്മൾ പലപ്പോഴും കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോടൊക്കെ ഗൾഫ് വേഷം ധരിച്ച വൃദ്ധന്മാർ, അതായത് അബായ ലോഹ ധരിച്ച ആൾക്കാരെ നമ്മൾ മാർക്കറ്റിലൊക്കെ കാണാം. അവരുടെ സ്മരണകൾ ഗൾഫിലെ ആ സ്മരണകൾ മാത്രമേ അവർക്കുള്ളൂ. ആ ലോഹയും ധരിച്ച് അവർ മാർക്കറ്റുകളിൽ വന്നിരിക്കുന്നു. ആരെങ്കിലും ഒരു ചായ വാങ്ങിച്ചു കൊടുക്കും. എന്തൊരു ദുരന്തമാണ്. ഇവർക്ക് വേണ്ടി ഇവരെ ആരോർക്കുന്നു? ഇവർ കഷ്ടപ്പെട്ട് പണിഞ്ഞ റോഡുകൾ, ഇവർ കഷ്ടപ്പെട്ട് പണിഞ്ഞ ഓഫീസുകൾ, ഇവരുടെ പണമാണ് കേരളത്തിൻ്റെ പണം. കേരളം നിലനിൽക്കുന്ന അതുകൊണ്ടാണ്. പക്ഷേ ഇനി വരാൻ പോകുന്ന പ്രവാസികൾ ഈ മണ്ടത്തരമൊന്നും കാണിക്കില്ല. അവർ പോകുന്നത് ഗൾഫിലോട്ടല്ല, അവർ യൂറോപ്പിലോട്ടും അമേരിക്കയിലോട്ടും ഒക്കെയാണ്. അപ്പം അവിടെ നിന്ന് ഇവിടേക്ക് പണം അയക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ പൗരത്വം കിട്ടും. ഈ പൗരത്വം ഗൾഫിൽ കൊടുക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ രക്ഷയായത്. അല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ നിന്നും ഗൾഫിലേക്ക് പോയവർ അവിടെ തന്നെ താമസിച്ചേനെ. അപ്പം യൂറോപ്പിലെയും അമേരിക്കയിലെയും ഓസ്ട്രേലിയയിലെയും ന്യൂസിലൻഡിലെയും ഒക്കെ കുടിയേറിയ മലയാളികൾ അവർ പണം അയക്കില്ല, അവരവിടെ ജീവിക്കും. അവരുടെ ഭൂമിയും വീടും കേരളത്തിൽ ഇത് വിൽക്കുകയാണ് ഇപ്പോൾ. അവരുടെ സ്ഥാനത്ത് ഇന്ന് കേരളം പുതിയ ആൾക്കാരെ കൊണ്ട് നിറയുന്നത് അത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ നിന്ന് ബംഗാൾ, ഒഡീഷ, ബീഹാറിൻ്റെ കിഴക്കൻ ഭാഗങ്ങൾ, ജാർഖണ്ഡ്, ഇവിടെ നിന്നൊക്കെയാണ്. അവരിന്ന് കേരളത്തിൽ അവരൊരു മലയാളികൾ തദ്ദേശീയർ വരെ നിരന്തരം ഇപ്പോൾ സംഘർഷം തുടങ്ങിയിരിക്കുകയാണ്. പെരുമ്പാവൂരിലെ ജിഷ വധക്കേസ് തൊട്ട് അത് തുടങ്ങി. ഈ അടുത്ത ദിവസങ്ങളിൽ കൊച്ചിയിൽ ഹൈക്കോടതി ജഡ്ജിയുടെ ഡ്രൈവർ കൊല്ലപ്പെട്ടു. അന്യസംസ്ഥാനക്കാരാണ്. തൃശ്ശൂരിനടുത്ത് വെച്ചൊരു റെയിൽവേ TTA ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് വന്നു. അതും അന്യസംസ്ഥാനക്കാരനാണ്. ഇന്ന് മറ്റൊരു വാർത്ത വായിച്ചു, മൂവാറ്റുപുഴയാണെന്ന് തോന്നുന്നു. അവിടെ തദ്ദേശീയർ ചേർന്ന് ഒരു അന്യസംസ്ഥാനക്കാരനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് തല്ലിക്കൊന്നു. അപ്പോൾ കേരളം പുതിയ കേരളമാണ്. പുതിയ ആടുജീവിതങ്ങളാണ് ഇനി ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. ആടുജീവിതം കാണാൻ ഗൾഫിലൊന്നും പോകണ്ട, കേരളത്തിൽ തന്നെ ഉണ്ടാവും. പക്ഷേ ഇനിയുള്ള ആടുജീവിതം കണ്ട് നമ്മളെ നോക്കി പുച്ഛിച്ച് ചിരിക്കുന്നത് അന്യസംസ്ഥാനക്കാരാണ്. നേരത്തെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിലൊരു പ്രയോഗമുണ്ട്, ഗൾഫ് വിഡോസ് ഓഫ് കേരള എന്ന് പറഞ്ഞാൽ. അതായത് ഭർത്താവ് വിവാഹത്തിന് ശേഷം കഷ്ടിച്ചൊരു 3 മാസമൊക്കെ ആയിരിക്കും കൂടെ താമസിക്കുന്നത്. പിന്നീട് ചിലപ്പോൾ അവർ തിരിച്ചു വന്നില്ല എന്ന് തന്നെ ഇരിക്കും, അല്ലെങ്കിൽ 4-5 വർഷം കഴിയുമ്പോഴായിരിക്കും വരുന്നത്. ഇവരേതാണ്ട് പ്രായോഗികമായിട്ട് വിധവയെ പോലെ ആയിരിക്കും ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളാണ് കേരളത്തിലെ പ്രവാസികളുടെ കണ്ണുനീരിലും ചോരയിലും കെട്ടിപ്പടുത്ത കേരളം. അവരെക്കുറിച്ച് ഓർമ്മിക്കുക പോലും ഇല്ലാതെ ഈ നേട്ടത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഞമ്മളാണ് അതും എന്ന് പറയുന്ന അവകാശപ്പെടുന്ന കേരളത്തിലെ രാഷ്ട്രീയക്കാരെ, ഇവർ കേരളത്തിലെ പ്രവാസികളുടെ ജീവിതത്തെ കുരുതി കഴിച്ച് അവരുടെ രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ ഉറപ്പിച്ച് അവർ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ അന്ധമായി നമ്മൾ പിന്തുണയ്ക്കുന്നു എന്ന് മലയാളി ഇതൊക്കെ തിരിച്ചറിയും. എന്ന് കേരളത്തിൽ വ്യവസായം തുടങ്ങും, എന്നും മലയാളിക്ക് ഇവിടെ തന്നെ തൊഴിൽ കിട്ടും. 18-20 വയസ്സായ ചെറുപ്പക്കാരൻ എന്നും പാസ്പോർട്ട് എടുത്ത് പുറത്തു പോകാനുള്ള സമ്മർദ്ദത്തിൽ നിന്ന് എന്ന് ഒഴിവായി കിട്ടും. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു കേരളം ഉണ്ടാകുമോ. നമ്മളൊക്കെ കൂടെ വിചാരിച്ചാൽ നടക്കും. അതിന് ഈ രാഷ്ട്രീയ നേതൃത്വത്തോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കാൻ രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചോദിക്കട്ടെ. കണ്ണുള്ളവർ കാണട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ. വീണ്ടും കാണും വരെ നമസ്കാരം.